ഹലോ, വെൽക്കം ബാക്ക് ടു ലേണോളജി സിവിൽ സർവീസസ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പെയിൻറ്റിങ്സിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇത് നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് പെയിൻറ്റിംഗ് ആണ്, ദാറ്റ് ഈസ് ഫോക്ക് പെയിൻറ്റിങ്. ഫോക്ക് പെയിൻറ്റിങ്സ് അത്യാവശ്യം ഉണ്ട്. 15 ടൈപ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിൽ കൂടുതലുണ്ട്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ these are the type of paintings in folk we can learn and കുറച്ചൊക്കെ ഏകദേശം ക്വസ്റ്റ്യൻസൊക്കെ ഓൾറെഡി വന്നിട്ടുള്ളതാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന പെയിൻറ്റിങ്സ്. സോ മധുബാനി, പട്ടചിത്ര, പൈത്കർ, കലംകാരി, വാർലി, തങ്ക, മഞ്ജുഷ, ഫഡ്, ചെറിയൽ, പിത്തോറ, അങ്ങനെ ഇത്രയും ടൈപ്സ് ഓഫ് പെയിൻറ്റിംഗ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യത്തെ ടൈപ്പ് ഓഫ് പെയിൻറ്റിംഗ് ആണ് മധുബാനി പെയിൻറ്റിങ്സ്. അപ്പം ഈ ഒരു മധുബാനി പെയിൻറ്റിങ്സിനെ നമ്മൾ ആക്ച്വലി മിഥില പെയിൻറ്റിങ്സ് എന്നും വിളിക്കാറുണ്ട്. വേറൊരു പേരാണ് ഇതിൻ്റെ, മിഥില പെയിൻറ്റിങ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് വിമൻസ് ആണ്. ട്രഡീഷണലി ഇത് വിമൻ ആണ്. അതായത് മധുബാനി എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട്. അപ്പം ആ ടൗണിലെ വിമൻസ് ആണ് ഈ പെയിൻറ്റിങ്സൊക്കെ ചെയ്യുന്നത്. സോ മധുബാനി ഏത് ടൗണിലാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഇൻ ബീഹാർ. ഓക്കെ, ആ ഒരു ഇതിലാണ് ഇവരിത് ചെയ്യുന്നത്. ആൻഡ് കുറച്ച് പാർട്സ് ലൈക്ക് നേപ്പാളിലെ ടെറൈ റീജിയനിലും ഇത് ചെയ്യാറുണ്ട്, ഈ ഒരു ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്. ഓക്കെ, ആൻഡ് വേറൊരു പ്രത്യേകത, ഇതിന് GI സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ട്. അതായത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്നാണ് അർത്ഥം. ലൈക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് GI ടാഗ് എന്ന് പറഞ്ഞുതരാം. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാഗാണ്. ലൈക്ക് നമ്മുടെ എക്കണോമിക്സിൽ നമുക്ക് പഠിക്കാനുണ്ട് ഈ GI. അപ്പോൾ ഞാൻ എക്കണോമിക്സിൻ്റെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് GI എന്ന് പറയും. അപ്പം ബേസിക്കായിട്ട് ഇത്രയും അറിഞ്ഞു വെച്ചാൽ മതി. ലൈക്ക് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷനുള്ള ടാഗ് എന്ന് പറയുമ്പം അത് നമ്മൾ കൾച്ചറലിയും ട്രഡീഷണലിയും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് സമൂഹത്തിൽ ഏറ്റവും ലൈക്ക് നമ്മൾ ഒരു ആർട്ട് ആൻഡ് കൾച്ചറിനെ ഭയങ്കരമായിട്ടൊരു വാല്യൂ കൊടുക്കുന്ന ഭയങ്കര ഒരു പ്രഷ്യസ് ആയിട്ട് കാണുന്നൊരു സാധനമാണ് നമ്മൾ ഈ GI ടാഗ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഒറിജിനിലേക്ക് പോകാം. ഓക്കെ, സോ ഇതിൻ്റെ ഒറിജിൻ പറയാനായിട്ട് ഇത് രാമായണ പീരീഡിൽ ആണ് ഇതിൻ്റെ ഒറിജിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, രാമായണ കാലഘട്ടത്തിലാണ്. അതായത് there was a king, ഒരു കിങ് ഉണ്ടായിരുന്നു. ആൻഡ് ആ കിങ്ങിൻ്റെ പേരാണ് മിഥില. ഓക്കെ, സോ ആ കിങ്ങിൻ്റെ പേരാണ് മിഥില. മിഥില എന്ന് പറയുന്ന കിങ്, സോ വാട്ട് ഹി ഡിഡ് വാസ് ഹി ടോൾഡ് ടു ഹിസ് കിങ്ഡം, അദ്ദേഹത്തിൻ്റെ കിങ്ഡത്തിനോട് ആൾക്കാരോടൊക്കെ പറഞ്ഞു ലൈക്ക് പെയിൻറ്റ് വാൾസ് ആൻഡ് ഫ്ലോർസ് ഓഫ് ദെയർ ഹൗസസ് ഓൺ ദ മാരേജ് ഓഫ് സീത ആൻഡ് രാമ. അതായത് നമുക്കറിയാം രാമായണത്തിലെ ഏറ്റവും ലൈക്ക് നമ്മൾ 2 പേരാണ് സീതയും രാമനും അല്ലേ. അപ്പോൾ ഇവരുടെ കല്യാണത്തിന് ലൈക്ക് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട്, അതായത് മിഥില കിങ്ഡത്തിലെ മിഥില രാജാവ് പറയുകയാണ്, എന്ത് പറഞ്ഞു, അതായത് അവരുടെ ഹൗസ് വാൾസ് ആയിക്കൊള്ളട്ടെ ഫ്ലോർസ് ആയിക്കൊള്ളട്ടെ ഇതെല്ലാം പെയിൻറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഓക്കെ, സോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. ഇതാണ് ഇതിൻ്റെ ഒറിജിൻ എന്നാണ് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്ങിൻ്റെ. ആൻഡ് ഇനി നമുക്കിതിൻ്റെ തീംസിലേക്ക് പോകാം. തീംസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഹിന്ദു റിലീജിയസ് ഗോഡ്സിനാണ് ഇതിൻ്റെ മെയിനായിട്ടും തീംസ് എടുക്കുന്നത്. കുറേ തീംസ് വരും. ലൈക്ക് കൃഷ്ണ വരുന്നുണ്ട്, രാമ, ദെൻ
Durga, okay, then Lakshmi, Shiva, then we have എന്താണ് പിന്നെ കുറച്ച് ഒക്കേഷൻസ് ഒക്കെ വരും, ലൈക്ക് ഹോളി, ദുർഗാ പൂജ, അങ്ങനത്തെ ഒക്കെ ഒക്കേഷൻസിലുള്ള ഇതൊക്കെയാണ് തീംസായിട്ട് നമുക്ക് ഈ പെയിൻറ്റിങ്സിൽ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ വരുന്നത് ട്രഡീഷണലി ഇവർ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന വാൾസിലാണ്. ഓക്കെ, വാൾസിൽ അതായത് റൈസിൻ്റെ പേസ്റ്റ്, ദെൻ വെജിറ്റബിൾ കളേഴ്സ്. ഇപ്പം നമ്മൾ വെജിറ്റബിൾ പീൽ ഓഫ് ചെയ്യുന്ന ഔട്ടർ പാർട്ടുണ്ട്, സോ അതിനെ വെച്ചിട്ട് എന്താണ് കളേഴ്സ് ഉണ്ടാക്കി അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ കൗഡങ്ക് വെച്ചിട്ട് പെയിൻറ്റിങ് ചെയ്യുമായിരുന്നു. ഭയങ്കര ഓർഗാനിക്കാണ്, മഡ് ഇതൊക്കെ വെച്ചിട്ടായിരുന്നു ഇവർ പെയിൻറ്റിങ്സ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയും ഈ പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത് 2D പെയിൻറ്റിങ്സ് ആണ്. അതുപോലെ തന്നെ ഇത് ഡബിൾ ലൈൻ ബോർഡേഴ്സൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ദെൻ പിന്നെന്താണ്, ഫ്ലോറൽ പാറ്റേൺ ഉണ്ട്. ഫ്ലോറൽ പാറ്റേണിലാണ് നമുക്ക് ഈ ഡിസൈനൊക്കെ പോകുന്നത്. പിന്നെ ഇപ്പം ഹ്യൂമൻസിൻ്റെ ആണെങ്കിൽ ഭയങ്കര എക്സാജറേറ്റ് ആയിട്ട് കാണിക്കും ഫേഷ്യൽ എക്സ്പ്രഷൻസൊക്കെ. ഓക്കെ, എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ നമുക്കിതിനകത്ത് കാണാനായിട്ട് പറ്റും. സോ ഇതൊക്കെയാണ് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കുന്നത്, മധുബാനി പെയിൻറ്റിങ്സ്. അപ്പോൾ ഇതൊക്കെയാണ് മധുബാനി പെയിൻറ്റിങ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പെയിൻറ്റിംഗ് ആണ് ഫോക്ക് പെയിൻറ്റിങ്സിൽ പട്ടചിത്ര. സോ പട്ടചിത്ര എന്ന് പറയുന്നത് ഇത് ക്ലോത്തിലാണ് ഇവർ ബേസിക്കലി ചെയ്യുന്നത്. ക്ലോത്തിൽ ഒരു സ്ക്രോൾ ബേസ്ഡ് പെയിൻറ്റിംഗ് ആണ്. ഓക്കെ, ക്ലോത്തിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുന്നൊരു പെയിൻറ്റിങ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത് മെയിൻലി ഈസ്റ്റേൺ പാർട്സായ ഒഡീഷ ആൻഡ് ബംഗാൾ റീജിയനിൽ കാണാൻ പറ്റുന്നൊരു പെയിൻറ്റിംഗ് ആണ് നമുക്ക് പട്ടചിത്ര പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവർ പെയിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്നത് ഭയങ്കര നാച്ചുറലായിട്ടുള്ള കളേഴ്സാണ്. ഭയങ്കര നാച്ചുറൽ ഇതിലാണ്, ഒരു ആർട്ടിഫിഷ്യൽ കളേഴ്സും ഇവർ ഇല്ല. ആൻഡ് വേറൊരു പ്രത്യേകത, നോ യൂസ് ഓഫ് പെൻസിൽ ഉപയോഗിക്കില്ല. ലൈക്ക് ക്ലോത്തിലൊക്കെ നമുക്കറിയാമല്ലോ, ഡ്രോ ചെയ്യാനാണെങ്കിലും പെൻസിലോ അല്ലെങ്കിൽ ചാർക്കോളോ ഇതൊന്നും ഇവരിനകത്ത് ഉപയോഗിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ഡ്രോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇവർ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബ്രഷ് ഉപയോഗിച്ചാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഔട്ട്ലൈൻസൊക്കെ ക്രിയേറ്റ് ചെയ്ത്, അതും റെഡ് ആൻഡ് യെല്ലോ ആണ് ഇവർ ഔട്ട്ലൈനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഇത്. ഓക്കെ, സോ നിങ്ങൾ ലൈക്ക് എന്താണ് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ പെയിൻറ്റിങ്സൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പെയിൻറ്റിങ് കോട്ട് ചെയ്യുന്നത്. ഓക്കെ, പെയിൻറ്റിങ്ങിൻ്റെ കോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലാക്വർ എന്ന് പറയുന്നൊരു മെറ്റീരിയലായിട്ടാണ്. സോ ലാക്വർ മെറ്റീരിയലുമായിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരു ഗ്ലോസി ഫിനിഷ് വരും. ഒരു നമ്മളിപ്പം ഗ്ലോസി ആയിട്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളിപ്പം ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ ലൈക്ക് ഗ്ലോസി ഫിനിഷ്, ഒരു ലൈക്ക് ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള ഇത് കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുമല്ലോ ഈ ഗ്ലോസി ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പം അങ്ങനത്തെ ഒരു ഫിനിഷിംഗ് ആയിരിക്കും നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ഈ പെയിൻറ്റിങ്സ് ആരിൽ നിന്ന് ഇൻസ്പയർഡ് ആയതായെന്ന് ചോദിച്ചാൽ ഇൻസ്പിറേഷൻ ഉണ്ട് ഫ്രം ജഗന്നാഥ് ആൻഡ് വൈഷ്ണവ കൾട്ട്. ഓക്കെ, ദിസ് ജഗന്നാഥും വൈഷ്ണവ കൾട്ടിൽ നിന്നുമാണ് ഒരു ടൈപ്പ് ഓഫ് റിലീജിയസ് സംഭവം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഇവരിത് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. ദെൻ ഈ പട്ടചിത്ര പണ്ടൊക്കെ പാം ലീവ്സിൽ വരയ്ക്കുമായിരുന്നു. ഓക്കെ, ഇപ്പോൾ ക്ലോത്തിലാണ്. പണ്ട് ട്രഡീഷണലി ഇവർ പാം ലീവ്സിലാണ്. അപ്പം പാം ലീവ്സിൽ ഇങ്ങനെ വരയ്ക്കുന്ന പട്ടചിത്രേനെ നമ്മൾ തലപ്പട്ടചിത്ര. ഓക്കെ, ഒരു തലയും കൂടെ വരും. സോ തലപ്പട്ടചിത്ര എന്ന് നമ്മളിതിനെ വിളിക്കുന്നു. ഓക്കെ,
ദെൻ ദ ഹാർഡ് ഡ്രൈഡ് ലീവ്സ് ഓഫ് പാം ട്രീസ്. ഓക്കെ, അപ്പോൾ പാം ട്രീസ് ഉണ്ട്. പാം ട്രീസ് ഇങ്ങനെ കുറേ പാം ലീവ്സ് ഇങ്ങനെ തുന്നി കെട്ടി വെച്ച് ഒരു ക്യാൻവാസിലാക്കിയിട്ട് ഇമേജ് ആക്കി വെച്ചിട്ട്, എന്നിട്ട് ഇങ്കില്ല, ഇങ്ക് വൈറ്റോ ബ്ലാക്കോ ഇങ്ക് വെച്ചിട്ട് വരയ്ക്കും ഇവർ. അതായിരുന്നു പണ്ടത്തെ ഒരിത്. സോ ഇതാണ് എന്ത്, പട്ടചിത്രാവലി. ബേസിക്കലി ഒരു ക്ലോത്ത് ബേസ്ഡ് പെയിൻറ്റിംഗ് ആണ്. അവർ സ്ക്രോളൊക്കെ ഇട്ട് ബ്രഷൊക്കെ ഉപയോഗിച്ചുള്ള ഒരു പെയിൻറ്റിങ്ങിനെയാണ് നമ്മൾ പട്ടചിത്ര എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് പട്ടചിത്ര. ദെൻ അടുത്ത ഒരു ടൈപ്പ് ഓഫ് പെയിൻറ്റിംഗ് ആണ് ഭയങ്കര സ്മോൾ, ലൈക്ക് വലിയ ഇതില്ല എന്നാലും പട്ടുവ എന്ന് പറയും. ഓക്കെ, പട്ടുവ പെയിൻറ്റിങ്. സോ പട്ടുവ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ ഒരു ആർട്ടിഷൻ കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, ബംഗാളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഓഫ് ആൾക്കാരാണ്. ആൻഡ് അവിടുത്തെ എന്താണ്, ലൈക്ക് ആ വില്ലേജിലെ പെയിൻറ്റേഴ്സ് തന്നെ പെയിൻറ്റ് ചെയ്യുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി പട്ടുവ കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. പട്ടുവ ആർട്ടിഷൻ കമ്മ്യൂണിറ്റിയിലെ ബംഗാൾ റീജിയനിലുള്ള ഒരു കമ്മ്യൂണിറ്റി, അവർ തന്നെ അവിടുത്തെ പെയിൻറ്റേഴ്സ് മെനഞ്ഞെടുത്ത ഒരു പെയിൻറ്റിംഗ് ആണ്. ബേസിക്കലി ഇവരുടെ ഇത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ മംഗൾ കാവ്യസ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെയും അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ഗോഡ്സും ഗോഡസസിൻ്റെയും ഒക്കെ ഒരു തീംസാണ് ഇവരിതിനകത്ത് കൊണ്ടുവരുന്നത്. ആൻഡ് ഇതെന്താണ്, സ്ക്രോൾസിലാണ് അഗെയിൻ ഇത് ചെയ്യുന്നത്. പാറ്റ്സ് ആൻഡ് സ്ക്രോൾസിലാണ് ഇവരിത് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ വെരി സ്മോൾ ടൈപ്പ് ഓഫ് പെയിൻറ്റിംഗ് ആയിരുന്നു പട്ടുവ. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ദെൻ അടുത്തൊരു പെയിൻറ്റിംഗ് ആണ്, ഇതും ജസ്റ്റ് ഒരു സ്മോൾ ടൈപ്പ് ഓഫ് പെയിൻറ്റിംഗ് ആണ്, ഖാലിഘട്ട്. ഓക്കെ, സോ ഇത് റൂറൽ മൈഗ്രൻസ്, ലൈക്ക് വില്ലേജിൽ നിന്ന് മൈഗ്രൻസ് ഇല്ലേ, വില്ലേജിലേക്ക് ഇങ്ങനെ വരുന്ന, എന്നിട്ട് മറ്റൊരു സ്ഥലത്തു നിന്ന് ഇങ്ങനെ വന്നിട്ട്, അപ്പം കൽക്കട്ടയാണ് സത്യം പറഞ്ഞാൽ കൽക്കട്ടയിലെ ഒരു വില്ലേജ് അല്ലെങ്കിൽ കൽക്കട്ടയിലെ ഒരു ടെമ്പിളിൻ്റെ പേരാണ് ഈ കാലിഘട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ വില്ലേജിൽ നിന്ന് ഇങ്ങനെ വേറൊരു വില്ലേജിൽ നിന്ന് ഇങ്ങനെ മൈഗ്രൻസ് ആയിട്ട് ഈ ഒരു കാലിഘട്ടിലേക്ക് വരുന്ന അല്ലെങ്കിൽ ടെമ്പിളിലേക്ക് വരുന്ന അവിടെ സെറ്റിലാകുമായിരുന്നു പണ്ട്. 19th സെഞ്ച്വറി എന്ന കാലഘട്ടത്തിൽ ഇവിടെ എന്താണ് അവർ ഇങ്ങനെ സെറ്റിലാകുമായിരുന്നു. അപ്പം ആ കാലത്ത് ബ്രിട്ടീഷേഴ്സ് ഉണ്ടായിരുന്നു. സോ എന്താണ് ഈ ഒരു ആർട്ടിൻ്റെ പേട്രൺസ് കാലിഘട്ടിൽ വന്ന് ഇപ്പം കാലിഘട്ട് ടെമ്പിളിൽ താമസിച്ചുകൊണ്ടിരുന്ന അവരെന്തായിരുന്നു ഈ പെയിൻറ്റിങ് ഒക്കെ ചെയ്തു. അപ്പം ബ്രിട്ടീഷുകാർസ് എന്താണ് പേട്രൺസായിട്ട് മാറി. ഓക്കെ, ഒറിജിനലി റിലീജിയസ് തന്നെയാണ്, പക്ഷെ പയ്യെ പയ്യെ എന്തായി, ഇവരുടെ ഈ സോഷ്യൽ സെൻറ്റിമെൻറ്റ്സും ഇവർ ചെയ്യുന്ന മൈഗ്രൻസും ഇതൊക്കെ എന്തായി പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ തീംസ് ആകാനായിട്ട് തുടങ്ങി. അതാണ് ഈ കാലിഘട്ട് പെയിൻറ്റിങ്. ദെൻ വി ഹാവ് പൈറ്റ്കർ. ഓക്കെ, സോ പൈറ്റ്കർ എന്താണ്, പൈറ്റ്കർ പെയിൻറ്റിങ്സ് എന്ന് നോക്കിയാൽ ഇത് ബേസിക്കലി ട്രൈബൽസ് ആണ്. ജാർഖണ്ഡിലെ ട്രൈബൽസിൻ്റെ പെയിൻറ്റിംഗ് ആണ് എന്ത്, പൈറ്റ്കർ. ഓക്കെ, ദെൻ ഇതും എന്ത് ടൈപ്പ് ഓഫ് പെയിൻറ്റിംഗ് ആണ്, ഒരു ടൈപ്പ് ഓഫ് സ്ക്രോൾ പെയിൻറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇത് ഭയങ്കര ഏൻഷ്യൻ്റ് ആണ്, ഭയങ്കര പുരാതനമായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് നമുക്ക് പൈറ്റ്കർ പെയിൻറ്റിംഗ് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ എന്താണ് ട്രൈബൽ, ഇവരുടെ തന്നെ ഈ ജാർഖണ്ഡ് കൾച്ചറിലെ ഒരു ഗോഡസസ് ഉണ്ട്, ഹെർ നെയിം ഇസ് മാ മൻസ. ഈ ഗോഡസിൻ്റെ പേരാണ്. അപ്പം ഈ ഗോഡസസിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇവരുടെ പെയിൻറ്റിങ്സ് ഒക്കെ പോകുന്നത്. എസ്പെഷ്യലി തീംസ് റിലീജിയസ് തന്നെയാണ്, അറിയാമല്ലോ. പിന്നെ പെയിൻറ്റിങ്സ് കൂടുതലായിട്ടും ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്ന ഒരു തീം ഇവർ കൂടുതലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ ദിസ് ഓൾ ആർ അബൌട്ട് ദ പെയിൻറ്റിങ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ വി ഹാവ് കംപ്ലീറ്റഡ് ടുഡേ 5 ടൈപ്സ് ഓഫ് പെയിൻറ്റിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മധുബാനി, പട്ടചിത്ര, പട്ടുവ, കലിഘട്ട്, പൈറ്റ്കർ.
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിനകത്ത് ഇപ്പോൾ പറയുകയാണെങ്കിൽ മധുവാണി പെയിൻറ്റിങ്സ് ആണ്. ബിക്കോസ് ഇറ്റ് ഹാസ് അവോർഡഡ് എ GI ടാഗ്. അപ്പോൾ അത് കുറച്ച് നിങ്ങൾ പ്രധാനമായിട്ട് പഠിക്കണം. ആൻഡ് ഗൂഗിളിൽ നോക്കാൻ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ പെയിൻറ്റിങ്സ് വളരെ ഉപകാരമായിരിക്കും. കാരണം നിങ്ങൾക്ക് തന്നെ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ടൈപ്സ് ഓഫ് പെയിൻറ്റിങ്സ് ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ see you and thanks for watching.